ഗുഡ് മോർണിംഗ്. എൻ്റെ വീട്ടിലെ എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയാണ്. എങ്കിലും ഒരു 7 മണിക്ക് മുമ്പായിട്ട് ഞാൻ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ജനലൊക്കെ തുറന്ന് കുറച്ച് ഫ്രഷ് എയറൊക്കെ എടുത്ത് എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി. ഇന്ന് രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ. നല്ലൊരു തണുത്ത കാറ്റും വലിയ വെയിലൊന്നുമില്ല. മഴക്കോളാണ്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. നല്ല തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വെളിയിൽ വന്നിരുന്നിട്ട് കാപ്പി കുടിക്കുന്നത്. എന്ന് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. അത്ര അലമ്പായിട്ടാണ് വീട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാഷ് ചെയ്യാനുള്ള തുണികളാണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് പോയി നമ്മൾ പിറക്കി എടുത്തിട്ട് വരണം. അപ്പോൾ 2 ദിവസം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടൊന്നും അടുക്കി വെക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ പോയിട്ട് ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മുടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് അവർ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്തതുകൊണ്ട് മുടിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു റോസ് വാട്ടറാണ് ടോണറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡവിൻ്റെ ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ളതാണ് ഈ ഡവിൻ്റെ ക്രീം. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ എനിക്കിതത്ര സ്യൂട്ടല്ല. എങ്കിലും ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇനി നമ്മുടെ സൺസ്ക്രീൻ. നമ്മൾ പുറത്തൊന്നും പോകുന്നില്ലെങ്കിലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ലിപ് ബാം, ഡെർമാക്കോയുടെ SPF ഉള്ള ലിപ് ബാമാണ്. ലിപ് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മുടി ഒന്ന് കുറച്ച് എണ്ണയൊക്കെ തേച്ചൊന്ന് ഒതുക്കിയെടുക്കണം. ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പുള്ള ദിവസം എൻ്റെ ബ്രദറിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ 2-3 ദിവസം അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിലിട്ടു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ കണ്ടു. അപ്പോഴേക്കും നമ്മുടെ അമ്പാടിക്കുട്ടൻ വന്നു. അവന് ഞാനിവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ തുണി വിരിക്കാൻ പോയി. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് അമ്പാടിയും എന്നെ സഹായിക്കാൻ കൂടെ കൂടിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതൊക്കെ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു മുട്ടായിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചു. പുറത്ത് നല്ല മഴയായിരുന്നു. മുറ്റത്ത് നിന്ന് ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ പറിച്ച് ഞാനൊരു ചെമ്പരത്തി താളി ഉണ്ടാക്കി തലയിൽ തേച്ചൊരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ എല്ലാവരും കൂടി ഇരുന്ന് TV കണ്ടു. പിന്നെ ഡിന്നർ കഴിച്ചു, കിടന്നുറങ്ങി.